കോളേജിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക് പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ വി ആനന്ദ് മോഹൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ അഷ്ടാംഗം ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നത്. പരമ്പരാഗത ആയുർവേദ ചികിത്സയും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉദ്യമത്തിനാണ് അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഇതോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. റുസിയ ഫെർട്ടിലിറ്റി സെന്റർ ഡയറക്ടർ ഡോക്ടർ വി ആനന്ദ് മോഹൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത കാലത്ത് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ റിമ ദാദ എന്ന് പറഞ്ഞ ഒരു മോളിക്കുലർ ബയോളജിസ്റ്റിൻ്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. ഒരുപാട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ അവർ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഈ ടീലോമിയർ സ്പേം ടീലോമിയർ അതിൻ്റെ ഡിഫക്റ്റുകളെ അവർ യോഗ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്തതാണ്. സ്റ്റോപ്ഡ് ഓൾ മെഡിസിൻസ് ആൻഡ് ഡിഡ് എ വർക്ക് ഓൺ. അത് വളരെയധികം വലിയ വലിയ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തതാണ്. അതിൽ അവർക്കൊരു റിമാർക്കബിൾ ഗുഡ് റിസൾട്ട്സാണ് കിട്ടിയിരിക്കുന്നത്. അവർ പബ്ലിഷ് ചെയ്തു. ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. റിമാദാദയുടെ പേപ്പേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാണുന്നത് നമുക്കൊരു തെറ്റായ ധാരണ, ഇതിന് നമ്മളിന്ന് ബ്രാൻഡ് ചെയ്തു അല്ലേ, സങ്കരവൈദ്യം എന്നൊരു പേര് കൊടുത്തു. അതിനെ വളരെ ഒന്ന് പരിഷ്കരിച്ച് മിക്സോപ്പതി എന്നൊരു വാക്ക് കൂടെ കൊടുത്തു. നമുക്ക് സങ്കരവൈദ്യമോ മിക്സോപ്പതിയോ വേണ്ട, രണ്ട് ശാഖകൾ പാരലായിട്ട് പോവാം. പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് ശാസ്ത്രശാഖകളുടെയും വൈദ്യസമ്പ്രദായത്തിൻ്റെയും അതിൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പരസ്പര പൂരകങ്ങളായിട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന അല്ലേ, സർവേ വൈ സുഖിന സന്തു സർവേ സന്തു നിരാമയ എന്നൊരു ഗോളിലെത്തുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ അഷ്ടാംഗം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ട്രഷറർ പി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ചീഫ് ഫിസിഷ്യനും ഡോക്ടർ രവീസ് ന്യൂറോ സെന്റർ പെരിന്തമണ്ണയിലെ ഡോക്ടർ വി ടി രവി, ഡോക്ടർ എ രമ്യ, ഡോക്ടർ മനോജ് കുമാർ, ഡോക്ടർ രാഹുൽ ആർ നായർ, ഡോക്ടർ ശ്രീ പാർവതി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള കച്ചവടവൽക്കരണം മുതലായ സംഭവങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിഫ്ലക്ഷൻസ് പലയിടത്തും നമുക്ക് കാണാം. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആശുപത്രികൾ ചുറ്റും വരുന്നു, ഒരുപാട് എന്താ പറയുക മരുന്ന് വിൽപ്പന ചുറ്റും നടക്കുന്നു, ഒരുപാട് ആശുപത്രികൾ വരികയും ഒരുപാട് മരുന്ന് വിൽപ്പന ചുറ്റും നടക്കുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം ഇംപ്രൂവ്ഡ് ആയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. റാദർ ആശുപത്രികൾ പൊന്തും തോറും അതിൻ്റെ അർത്ഥം ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം കോംപ്രമൈസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള പല സൂചനകളുമാണ് അത് തരുന്നത്. എന്നാൽ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത രീതി, ജീവിതശൈലി ആരോഗ്യത്തെക്കുറിച്ചിട്ടാണ്, രോഗത്തെക്കുറിച്ചിട്ടല്ല എന്നുള്ളതാണ്. തുടർന്ന് രോഗികൾക്കായി പ്രത്യേക സംവാദ ക്ലാസും ഒരുക്കിയിരുന്നു. പെരിന്തമണ്ണ ന്യൂറോ സെന്റർ മേധാവി ഡോക്ടർ വി ടി രവിയുടെയും അഷ്ടാംഗം പഞ്ചകർമ്മ മേധാവി പ്രൊഫസർ ഡോക്ടർ രമ്യ ആലക്കൽ എന്നിവരുടെ സംയോജിത ചികിത്സകളാണ് അഷ്ടാംഗം ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക്കിൽ ലഭ്യമാകുക. എല്ലാ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിൽ വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയാണ് സേവനം. പക്ഷാഘാതം, അൾഷിമേഴ്സ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയ രോഗബാധിതർക്ക് വളരെ ആശ്വാസകരമായിരിക്കും അഷ്ടാംഗം ന്യൂറോ ക്ലിനിക് എന്ന് സ്ഥാപനാധികൃതർ അറിയിച്ചു. ഇന്റഗ്രേറ്റഡ് ന്യൂറോളജി ക്ലിനിക്കിനോട് ചേർന്ന് അഷ്ടാംഗത്തിന്റെ ഫിസിയോതെറാപ്പി യൂണിറ്റും മുഴുനീളം സമയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ 14 ഡിപ്പാർട്ട്മെന്റുകളിലായി 40ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. യോഗ, നേച്ചുറോപ്പതി, കളരി മുതലായ പാരമ്പര്യ ചികിത്സാ പദ്ധതികളാണ് അഷ്ടാംഗം വിഭാവനം ചെയ്യുന്നത്. ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, മോഡേൺ മെഡിസിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്, ഹോമിയോപ്പതിക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, നാച്ചുറോപ്പതിക്ക് അതിൻ്റെതായ സ്പേസ് ഉണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റം ഓഫ് മെഡിസിനും കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കെയർ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ അലോപ്പതി ആയിരിക്കും ബെറ്റർ ആവുക, ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ ആയുർവേദമായിരിക്കും ബെറ്റർ ആവുക. അപ്പോൾ ഞാൻ ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ആയുർവേദം മാത്രമേ കഴിക്കുള്ളൂ, വേറൊരു മരുന്നും കഴിക്കില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഞാൻ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് ഹോമിയോപ്പതി മെഡിസിൻ മാത്രം മതി. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എനിക്ക് ആയുർവേദം വേണ്ട, എനിക്കതിനെ പറ്റി യാതൊരു അഭിപ്രായവും ഇല്ല, അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ പരീക്ഷ എനിക്ക് തീരെ അഭിപ്രായമില്ല, ഞാൻ ഹോമിയോപ്പതി ചികിത്സിക്കില്ല, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട.